ഭീതി വിതച്ചുകൊണ്ട് ആ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഗവൺമെൻറ്റുകളെ പ്രഷറൈസ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി മതത്തിൽ നിന്ന് ഒരിക്കലും വരൂല. എവിടുന്ന് വന്നാലും വളരെ റീസെൻ്റായ എത്ര ഇൻസിഡൻസ് ഉണ്ടായി. ഇതൊക്കെ ഇസ്ലാമാണോ? ഞാൻ പറയുന്നത് ഇത് ഇസ്ലാമും അല്ല, ഹിന്ദുമതമല്ല, ക്രിസ്തുമതമല്ല, ജൂതമതമല്ല, ഒന്നുമല്ല. കശ്മീരിൽ ഇരകളുടെ കൂടെ നിന്ന് അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ആ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ജീവൻ വെടിഞ്ഞ കശ്മീരിലെ മുസ്ലിങ്ങളെ പറ്റി നമ്മൾ പറയുന്നുണ്ടല്ലോ. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അതാണ് മനുഷ്യത്വം. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമാണ്. മനുഷ്യത്വം, മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാവുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും ഈ രക്തം ചിന്തുക എന്നുള്ളത് ഖുർആനിലും ഹദീസിലും വ്യാപകമായി നമ്മൾ കാണുന്ന ഒരു പ്രയോഗമാണ്. അതായത് ഇസ്ലാം ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും കടുത്ത കുറ്റകൃത്യങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. മറ്റൊരു മനുഷ്യൻ്റെ രക്തം ചിന്തുക എന്ന് പറയുന്നത്. ഇസ്ലാമിനെ പറ്റി സാമാന്യ ധാരണയുള്ള ആർക്കും അറിയാം. അതായത് നിരപരാധികളുടെ ജീവൻ കൊണ്ട് പന്താടുക, നിരപരാധികളുടെ രക്തം ചിന്തുക, നിരപരാധികളെ കൊല്ലുക, അവരെ ഭീഷണിപ്പെടുത്തുക, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കേൽപ്പിക്കുക, ഇനി കൊന്നിട്ടില്ലെങ്കിൽ പോലും, അത് ഇസ്ലാമിൽ ഏറ്റവും, അതായത് ഒരു ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും അറിയുന്നവർക്കറിയാം, ഇസ്ലാമിലൊരു മഹാപാപങ്ങളിലൊന്നാണത്. ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ്. ഇസ്ലാമിൽ മഹാപാപങ്ങളായി എണ്ണപ്പെട്ടെടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരാൾ ഇസ്ലാമിൻ്റെ ഐഡിയോളജിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭീകരമായൊരു കാര്യം എന്താ ഉള്ളത്? ശരിക്കും ഇവരെ ആൾക്കാരെ കൊല്ലുന്നതിനേക്കാൾ വലിയ ഭീകരത എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമാണെന്ന് പറയലാണ്. കാരണം ഇസ്ലാം അത്രയും കൃത്യമായി നിരോധിച്ചൊരു കാര്യമാണ് ഇസ്ലാമിൻ്റെ പേരിൽ ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്നല്ല അത് വരുന്നത്, അത് വളരെ ക്ലിയറാണ്. അപ്പോൾ പിന്നെ അത് എവിടുന്നാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭീകരവാദം എന്ന് പറയുന്നത്, ടെററിസം എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, അതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ രാഷ്ട്രീയമായ നമ്മളെ കുറേ കൺസേണുകൾ ഉണ്ടാവും. അത് ശരിയോ തെറ്റോ, ന്യായമോ അന്യായമോ ഒക്കെ ആകാം. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രീതിയിൽ കടന്നു വരാം. അപ്പോൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആളുകൾ സംഘം ചേരുകയും നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ലാത്തവർ നിയമം കയ്യിലെടുക്കുകയും അവർ ആയുധങ്ങൾ സമാഹരിക്കുകയും ആ ആയുധങ്ങളുമായി തെരുവിലിറങ്ങുകയും പലപ്പോഴും ഇന്നസെൻറ്റ് സിവിലിയൻസിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ സൈനികരെയൊക്കെ പലരെയും കൊലപ്പെടുത്തിക്കൊണ്ട് ഭീതി വിതച്ചുകൊണ്ട് ആ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഗവൺമെൻറ്റുകളെ പ്രഷറൈസ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി മതത്തിൽ നിന്ന് ഒരിക്കലും വരൂല, എവിടുന്ന് വന്നാലും. കാരണം ഇത് കൃത്യമായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ മതം മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ രാഷ്ട്രീയമായൊരു ലക്ഷ്യം നേടിയെടുക്കാമെങ്കിൽ അത് ആകാം എന്നുള്ള നിലപാടായിരിക്കും. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനത്തെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി പൊളിറ്റിക്കലാണ്. ഇപ്പോൾ നമ്മൾ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്ന അത് ശരിക്കും എന്താണ്, നമ്മൾ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് അയർലൻഡിനെ മോചിപ്പിക്കാൻ വേണ്ടി നടന്ന കുറേ പരിശ്രമങ്ങളാണ്. ആ ഭീകര സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഇവരിത് പറയുന്ന ഇസ്ലാമെന്നുണ്ടാവുന്നു എന്നാണ്. ശരിക്കും ഈ ടെററിസം എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ ഇവരാണ്. അതൊരു ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഉണ്ടായ സംഭവമാണ്. അവർ ക്രിസ്ത്യാനികളായിരുന്നു, ക്രിസ്ത്യൻ ഗ്രൂപ്പുകളായിരുന്നു. ഇപ്പോൾ നമ്മൾ പാലസ്റ്റൈനെ പറ്റി പറയുന്നു. അപ്പോൾ ഈ പാലസ്റ്റൈനെ പറ്റിയുള്ള കൊടുമ്പിരി കൊണ്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇസ്രായേലിനെതിരെ ഫിലസ്തീനിൽ വന്നുകൊണ്ട് ഇസ്രായേൽ അവരുടെ ഒരു വ്യാജ രാഷ്ട്രം സ്ഥാപിച്ചതിനെ കുറിച്ച് നമുക്കറിയാം. അവിടെ ഇസ്രായേലിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കുറേ ജൂത ഭീകര ഗ്രൂപ്പുകളാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇസ്രായേലിൻ്റെ രാഷ്ട്ര തലവന്മാരായി മാറിയ പലരും ശരിക്കും ഈ ജൂത ഭീകര ഗ്രൂപ്പുകളുടെ തലവന്മാരായിരുന്നു. അത് നമ്മൾ ഹഗന, ഇർഗുൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേലിലുണ്ടായ ഇസ്രായേലി ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവർ ഫിലസ്തീൻ ഒരു ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയ സമയത്ത് നിരപരാധികളെ കൊന്നുകൊണ്ടും സൈനികരെ കൊന്നുകൊണ്ടും അറബികളെ കൊന്നുകൊണ്ടും വളരെ ഭീകരമായ ആക്രമണങ്ങളാണ് അവിടെ അഴിച്ചുവിട്ടത്. അവർ ഇസ്ലാമാണ് ഇതിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. അത് എത്രത്തോളം വലിയ കളവാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾക്ക് 1946 ജൂലൈ 22
ക്യാമ്പ് ഡേവിഡ് ഹോട്ടൽ ആക്രമിക്കപ്പെടുന്നത്. അത് ഇർഗുൻ എന്ന് പറഞ്ഞ ഒരു സയനിസ്റ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. അവിടെ 90-ലധികം ആൾക്കാർ മരിക്കുകയാണ്, ബോംബ് എക്സ്പ്ലോഷൻ നടക്കുകയാണ്. അറബികളെ വേഷം ധരിച്ചിട്ടാണ് ഈ ജൂതന്മാർ വന്നത്. അവർ ഈ ക്യാമ്പ് ഡേവിഡിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇത്ര വലിയ എക്സ്പ്ലോഷൻ സംഘടിപ്പിക്കുന്നു. ഇത് ഭീകരവാദം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾക്കറിയാലോ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഭീകരവാദ ഗ്രൂപ്പുകൾ ലോകത്തുടനീളം, ഈ മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മളുടെ സമീപകാല കേരളത്തിൽ പോലും അതിന് അലയൊലികളുണ്ടായി. ഇവിടെ വലിയ ബുദ്ധിജീവികളൊക്കെ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. മാവോയിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശുദ്ധ ഭീകരവാദമാണ്. അവരുടെ സ്ട്രാറ്റജി ഇതാണ്. അവർക്ക് പടച്ചോൻ തന്നെ ഇല്ല, അവർക്ക് ഒരു മതത്തിലും വിശ്വാസമല്ല, ഒരു ദൈവത്തിലും വിശ്വാസമല്ല, തനി ഭൗതികവാദികളാണ്. പക്ഷെ അവരുദ്ദേശിക്കുന്ന ഒരു സാമൂഹിക പരിവർത്തനത്തിന്റെ മാർഗം എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയായിരുന്നല്ലോ, ഗ്രാമങ്ങൾ വളയുക, ജന്മിമാരെ കൊല്ലുക, പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുക, ഇതൊക്കെയായിരുന്നു മാവോയിസ്റ്റുകളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രചോദനം എന്താണ്? അതൊരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. നമ്മൾ എൽ ടി ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇപ്പോൾ പ്രഭാകരന്റെ നേതൃത്വത്തിൽ LTTE എന്തുകൊണ്ടുണ്ടായി? അവരുന്നയിച്ച കൺസേണുകൾ ന്യായമായിരുന്നു? അവിടെ തമിഴന്മാർ നേരിട്ടിരുന്ന വിവേചനങ്ങൾ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരതിന് രൂപപ്പെടുത്തിയ ഒരു സ്ട്രാറ്റജി, ഇപ്പം നമ്മൾ ഈ പറയുന്ന ആത്മഹത്യാ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് LTTE വികസിപ്പിച്ച ഒരു സ്ട്രാറ്റജിയാണ്. അവർ ഹിന്ദുക്കളായിരുന്നു. ഇപ്പോൾ വേലുപ്പള്ളി പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹിന്ദു ആയിരുന്നു. ഇപ്പം നമ്മളുടെ ഒരു ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കശ്മീരിലെ വിഘടനവാദത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ വിഘടനവാദം എന്ന് പറയുന്നത് ഒരു കശ്മീരി അനുഭവം മാത്രമല്ലല്ലോ ഇന്ത്യയിൽ. ഇപ്പം ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിൽ, വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ എത്ര ഭീകര പ്രസ്ഥാനങ്ങളുണ്ടായി, എത്ര വിഘടനവാദ ശ്രമങ്ങളുണ്ടായി. അപ്പോൾ അവിടെ ത്രിപുരയിൽ, അസമിൽ ഉൾഫ പോലുള്ള സംഘടനകൾ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹിന്ദുക്കൾ എന്ന് ഇവർ പറയുന്ന തരത്തിലുള്ള ഗോത്രവർഗ്ഗങ്ങളിൽ നിന്ന്, ആദിവാസികളിൽ നിന്ന്, തദ്ദേശീയരിൽ നിന്ന് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്ര ഭീകരാക്രമണങ്ങൾ നടത്തി. ഇതേപോലെ ഇപ്പോൾ പഞ്ചാബിൽ അവിടെ പിന്നെ ഖലിസ്ഥാൻ തീവ്രവാദികളുണ്ടായി. ആ തീവ്രവാദികൾ അവരുണ്ടാക്കിയ ഭീകര ആക്രമണങ്ങളുണ്ടായി, ഭീകര സംഘങ്ങളുണ്ടായി. ഇതൊന്നും ഇസ്ലാമെന്നുണ്ടായതല്ല. ഞാൻ പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. ഇപ്പം നമ്മളുടെ ഇന്ത്യ ഇപ്പോൾ RSS എന്ന് പറയുന്ന വലിയൊരു ഭീകര പ്രസ്ഥാനം, അല്ലെങ്കിൽ ബജ്രംഗദൾ, VHP, അല്ലെങ്കിൽ ശിവസേന, ഇവരൊക്കെ ഇന്ത്യയിൽ എന്തൊക്കെ ചെയ്തു കൂട്ടി, എത്ര നിരപരാധികളെ കൊന്നു, ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ന വലിയ കലാപങ്ങൾ സംഘടിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ പറയാം, ഇപ്പോൾ ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെടുന്നു, അതിൻ്റെ പേരിൽ കൊല്ലുന്നു, പശുവിനെ തിന്നതിൻ്റെ പേരിൽ കൊല്ലുന്നു. വളരെ റീസെൻ്റായ എത്ര ഇൻസിഡൻസ് ഉണ്ടായി. ഇതൊക്കെ ഇസ്ലാമാണോ? ഞാൻ പറയുന്നത് ഇത് ഇസ്ലാമും അല്ല, ഹിന്ദുമതമല്ല, ക്രിസ്തുമതമല്ല, ജൂതമതമല്ല, ഒന്നുമല്ല. ഇപ്പം നമ്മൾ അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഉണ്ടായ ആക്രമണമാണ് ഭീകരവാദം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. പക്ഷെ അതല്ലാതെ അമേരിക്കയുടെ ചരിത്രത്തിൽ, ആധുനിക അമേരിക്കയുടെ ചരിത്രത്തിൽ എത്ര ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അത് പലതും ക്രിസ്ത്യൻ ഗ്രൂപ്പുകളായിരുന്നു. ആ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ബൈബിൾ ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു. അവർ തീവ്ര വലതുപക്ഷക്കാരായിരുന്നു. ഇപ്പോൾ 1970-കളിൽ 80-കളിൽ ഇപ്പം നമ്മൾ കാസ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ അമേരിക്കയിൽ CSA എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ആ CSA എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ദി കവനന്റ്, ദി സോഡ് ആൻഡ് ദി ആം ഓഫ് ദി ലോഡ് എന്നായിരുന്നു ആ ഓർഗനൈസേഷൻ്റെ പേര്. അവർ ശരിക്കും ഒരു ഭീകര പ്രസ്ഥാനമായിരുന്നു. ആ ഭീകര പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഭീകരാക്രമണങ്ങളാണ് അമേരിക്കയിൽ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. വളരെ മൃഗീയമായ, പൈശാചികമായ ആക്രമണങ്ങളാണ് അവർ ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ കൂക്ലക്സ് ക്ലാൻ എന്ന് പറയുന്ന പിന്നെ ഒരു തീവ്ര വലതുപക്ഷ സംഘടന അമേരിക്കയിൽ വെറുപ്പ് വിതച്ചിട്ട് ഇതേപോലുള്ള ഭീകരാക്രമണങ്ങൾക്ക് പരിസരം ഒരുക്കുന്ന രീതിയിൽ 20-ാം നൂറ്റാണ്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് അത്തരം ശ്രമങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഈ അവിശ്വാസികളെ കൊന്നൊടുക്കുക എന്നൊക്കെ പറയുന്നത്, ഈ ക്രൂസൈഡ്സ് എന്ന് പറയുന്ന കുരിശുയുദ്ധം എന്ന് പറയുന്ന മധ്യകാലത്തെ ഈ ക്രൈസ്തവ കുരിശുയുദ്ധങ്ങളുടെ മുഴുവൻ പ്രത്യയശാസ്ത്രവും പ്രയോഗവുമായിരുന്നു. നമ്മളെ നാട്ടിലെ പോർച്ചുഗീസുകാർ വന്നിട്ട് നമ്മളുടെ അനുഭവം എന്താണ്, ഇവിടുത്തെ മുസ്ലിങ്ങളോട് അവരെന്താ ചെയ്തത്, ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരെ ഏത് രീതിയിലാണ് തെരഞ്ഞു പിടിച്ചത്, അതിനെങ്ങനെ അവർ ബൈബിൾ ഉപയോഗിച്ച് ന്യായീകരിച്ചത്. ഞാൻ പറയുന്നത് ഇത് ക്രിസ്തുമതമല്ല, ഇത് ജൂതമതമല്ല, ഇത് ഹിന്ദുമതമല്ല, ഇത് ഇസ്ലാമല്ല, ഇത് ഒരു മതമല്ല. ഇതെന്താന്ന് ചോദിച്ചാൽ ഇതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. അതായത് നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് നമ്മളുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ആരെങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവരതിനനുകൂലമായി ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവർ ക്രിസ്ത്യാനികൾക്കിടയിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവർ ബൈബിൾ അതിനനുകൂലമായി ഉദ്ധരിക്കാൻ ശ്രമിക്കും. അവർ ഹിന്ദുക്കൾക്കിടയിലാണെങ്കിൽ അവർ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ അതിനനുകൂലമായി ഉദ്ധരിക്കാൻ ശ്രമിക്കും.
അതാണ് അതിൻ്റെ സത്യം. അതിൻ്റെ ഒരു ചരിത്ര രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കശ്മീരിലെ ഭീകര പ്രസ്ഥാനങ്ങളാണെങ്കിലും വേറെ എവിടെയെങ്കിലും ഉണ്ടായ ഭീകര പ്രസ്ഥാനങ്ങളാണെങ്കിലും അവർക്ക് നേടിയെടുക്കേണ്ടത് മുസ്ലിങ്ങളെ ആയതുകൊണ്ട്, അവർ അഡ്രസ്സ് ചെയ്യണത് മുസ്ലിങ്ങളെ ആയതുകൊണ്ട് അവർ ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ ഉദ്ധരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകളിൽ ഇത് കണ്ടെത്തുക അസാധ്യമാണ്. ഞാനതാ പറഞ്ഞത്, നിരപരാധികളെ കൊല്ലരുത് എന്ന് കണിശമായും കർക്കശമായും പറയാൻ മതങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ, പ്രത്യേകിച്ചും ഇസ്ലാമിനെ പോലെ അത്രയും കൃത്യമായി കൊലപാതകത്തിനെതിരെ, ഞാനിത് ആയത്തുകളും ഹദീസുകളും ഉദ്ദേശിച്ച് നമ്മൾ അതിനു വേണ്ടി തന്നെ വലിയൊരു പ്രസംഗം നടത്തേണ്ടി വരും, അത്രത്തോളം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ സെർബ് ക്രിസ്ത്യൻസ് അവരെന്താ ചെയ്തത്? ഇപ്പോൾ ബോസ്നിയ, കൊസോവോ നമുക്കറിയാം, അവിടെ മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് കൊല്ലായിരുന്നു. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെടുമായിരുന്നു. അവരവരുടെ ക്രിസ്ത്യൻ ഐഡന്റിറ്റിയാണ് അസേർട്ട് ചെയ്തത്. ഇതൊക്കെ സമീപകാല അനുഭവങ്ങളാണ്, വളരെ റീസെൻ്റായ അനുഭവങ്ങളാണ്. ഇതൊന്നും ആരുടെയും ഓർമ്മയിലില്ലാതെ ഇത് ഇസ്ലാമാണ് എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഞാനത് ക്രിസ്തുമതമാണെന്നല്ല പറഞ്ഞത് കേട്ടോ. ഇത് ക്രിസ്തു മതത്തുനിന്നോ ജൂതമതത്തുനിന്നോ ഹിന്ദു മതത്തുനിന്നോ ഒന്നും വരുന്നതല്ല. ടെററിസം എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. അത് ഓരോരുത്തർ ഭീകര പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഏത് മതവിശ്വാസികളെയാണോ സ്വാധീനിക്കേണ്ടത് അതിനു വേണ്ടി അവർ മതഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.